ദേവാമൃതം. നമസ്കാരം. ദിനം പ്രതി വളർച്ചയുടെ പടവുകൾ നമ്മൾ ചവിട്ടിക്കയറുമ്പോഴും നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒന്നാണ് ഈശ്വര ചൈതന്യം. ആ ഈശ്വര ചൈതന്യത്തിലേക്ക് അടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നതാണ് ദേവാമൃതത്തിൻ്റെ ഓരോ അധ്യായവും. ഇന്നും വ്യത്യസ്തമല്ല. പുതുമയേറിയ മറ്റൊരു അധ്യായമായി വരുമ്പോഴും ഈശ്വര ചൈതന്യത്തിലേക്ക് അടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ആദ്യം സ്വാഗതം ചെയ്യുന്നു ഗുരുസാഗരത്തിലേക്ക്. സാഗരം അറിവിൻ്റെ സാഗരം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുന്ന കാലത്ത് ഭഗവാൻ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ആന്തരികമായ ചിന്തയെയും ആണ് ആദ്യം പിടികൂടിയിട്ട് നമ്മിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് തുടങ്ങുന്നത്. ഗുരുവിൻ്റേതായ ഒരു 10 കൽപ്പനകൾ ജീവിതത്തിലുണ്ട്. ഇത് പാലിക്കുന്നവരോട് ഭഗവാന്റെ കൃപയും സാന്നിധ്യവും വളരെയേറെ കൂടുതലായി ഭവിക്കാറുണ്ട്. ഗുരുവിനെ സാധാരണ ദേവതാ പൂജ പോലെ ഗുരുവിൻ്റെ ചിത്രവും പ്രതിമയും വച്ചിട്ട് മാലയും വിളക്കും താലപ്പൊലിയും വാദ്യഘോഷങ്ങളും അഭിഷേകങ്ങളുമൊക്കെ ആയിട്ട് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഭക്തർ ഉണ്ട്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് ഗുരുവിനെ ഒരാലംബമായിട്ട് കാണുകയും അങ്ങനെ അവർക്ക് ആശ്രയം നൽകുന്നൊരു മൂർത്തിയായിട്ട് കാണുകയും അതിലൂടെ അവർ പൂജിച്ച് ആരാധിച്ച് ജീവിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും തെറ്റാണ് എന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ അതിനൊന്നും പൂർണ്ണതയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഗുരു എപ്പോഴാണ് ഒരുവനിൽ പ്രീതനാകുന്നത്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നിസ്വാർത്ഥമായിട്ട് താൻ പകർന്നു നൽകുന്ന ആ അറിവിനെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നവരിലാണ് ഗുരു പൂർണ്ണനായി വിളങ്ങുന്നത്. ഭഗവാൻ തന്നെ 10 കൽപ്പനകളിലൂടെ മനുഷ്യജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 10ഉം അനുസരിക്കുന്നതിനോടൊപ്പം ഒരു ഭജനയും പൂജയും ചെയ്തില്ലെങ്കിൽ പോലും ഗുരുവിൻ്റെ നിത്യസാന്നിധ്യം ഉണ്ടാവും. എന്തൊക്കെയാണ് 10 കൽപ്പനകൾ? 5 ധർമ്മങ്ങൾ: സത്യം പാലിക്കുക, അഹിംസ ആചരിക്കുക. എന്താണ് സത്യം പാലിക്കുക എന്ന് പറഞ്ഞാൽ? ഈ ലോകത്തിനൊരു സത്യമുണ്ട്. എല്ലാം ഒന്നിൽ നിന്ന് ഉണ്ടായി അതിൽ നിലനിൽക്കുന്നു എന്നുള്ള സത്യം. അതുകൊണ്ട് മറ്റൊരാളെയും ഭിന്നനായി കാണാതെ, മറ്റൊരാളെയും അന്യനായി കാണാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സാണ് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. അഹിംസാലുവിന് അവൻ്റെ മനസ്സ വാച കർമ്മണ മറ്റൊരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക, ഒന്നിനെയും കൊന്നു തിന്നാതിരിക്കുക, തൻ്റെ ജീവിതം കൊണ്ട് മറ്റാർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ അവൻ അഹിംസാലുവായി. അസ്തേയം എന്ന് പറയുന്ന മറ്റൊരു കൽപ്പന. എന്താണ് അസ്തേയം എന്ന് പറയുന്നത്? അസ്തേയം എന്ന് പറയുന്നത് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലോകത്തെ ഭൂരിഭാഗം വഴക്കുകളും തർക്കങ്ങളും ഒക്കെ കോടതി വ്യവഹാരങ്ങളുമൊക്കെ ഈ ഒരു ഗുണം നമ്മൾ ശീലിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അസ്തേയം എന്ന് പറയുന്ന ഗുണം, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക, തനിക്ക് കിട്ടുന്നത് മാത്രം അതിൽ തൃപ്തനാവുക. മറ്റൊന്ന് വ്യഭിചാരമില്ലായ്മയാണ്. യഥാർത്ഥത്തിൽ ഈ പഞ്ചധർമ്മങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ബുദ്ധൻ ഉപദേശിച്ചത് ബ്രഹ്മചര്യമാണ്.
പക്ഷേ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് മാനവവംശം എല്ലാവരും അത് ശീലിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തലമുറ ഇവിടെ നിലനിൽക്കുകയില്ല. ഗുരു പറയുന്നു, നിങ്ങൾ ബ്രഹ്മചാരി ആവണമെന്നില്ല, പക്ഷേ എന്ത് ചെയ്യുക? അവ്യഭിചാരിയായിരിക്കുക. ഒരു കുടുംബം പുലർത്തുക, ഒരു കുടുംബം ഉണ്ടാക്കുക, യഥാർത്ഥത്തിലുള്ള ജീവിത ബോധത്തോടുകൂടി ജീവിതത്തിൻ്റെ ധർമ്മം എല്ലാം ആചരിച്ചുകൊണ്ട് ആ കുടുംബസ്ഥനായിട്ട് ജീവിക്കുന്നവൻ അവ്യഭിചാരിയായിരിക്കുക, വ്യഭിചാരം ചെയ്യാതിരിക്കുക. മറ്റൊന്ന്, മദ്യം, ബുദ്ധിയെ കെടുത്തുന്ന മദ്യത്തെ ഉപയോഗിക്കാതിരിക്കുക. ഈ പഞ്ചധർമ്മങ്ങൾ ജീവിതത്തിൽ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിച്ചെന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ സാന്നിധ്യം നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ തെളിച്ചം നമ്മിൽ നിറഞ്ഞു നിൽക്കുകയും നമ്മുടെ കർമ്മരംഗം വിജയിക്കുകയും നാം എന്തിൽ ചെന്ന് ഏർപ്പെട്ടാലും അതെല്ലാം മഹത്തരമായ വിജയപഥത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് പഞ്ചധർമ്മത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറഞ്ഞത്. ഗുരുവിൻ്റെ 10 കൽപ്പനകളിൽ 5 മാത്രമേ ആയിട്ടുള്ളൂ. അടുത്ത 5 നമുക്ക് അടുത്ത ലക്കം പരിശോധിക്കാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ദേവാമൃതം